ഞാനീ താഴെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് ചാർട്ടല്ല. നമ്മുടെ കേരളത്തിൽ ജയിലിൽ ക്രിമിനലായിട്ടുള്ള തടവുള്ളികൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ചാർട്ടാണ്. അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു കാണും. തോരൻ, അവിയൽ, സാമ്പാർ, മീൻ, ആട്ടിറച്ചി എല്ലാം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഒരു ഫുഡെന്ന് തന്നെ പറയാം. ഈ കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്കും ക്രിമിനലുകൾക്കും എന്തിനാണ് ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുന്നതെന്നുള്ളത് ചോദ്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന അംഗനവാടിയിൽ ഉപ്പുമാവും നല്ല നല്ല ചെറിയ ചെറിയ ഫുഡുകളാണ്. ഉപ്പുമാവും അതുപോലുള്ള ഫുഡുകളെല്ലാം. സ്കൂളുകളിലാണെങ്കിൽ ചോറും ഇച്ചിരി സാമ്പാറും മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന ചോറും സാമ്പാറും ക്രിമിനലായിട്ടുള്ളവർക്ക്, പെണ്ണ് പിടിക്കാൻ പോകുന്നവർക്കും മോഷ്ടിക്കാൻ പോകുന്നവർക്കും കലാപം ഉണ്ടാക്കുന്നവർക്കും എല്ലാം കൊടുക്കുന്നത് ആട്ടിറച്ചി, ബീഫും ചിക്കനും മട്ടനും ഒക്കെ കൊടുക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലല്ല വേറെ വല്ലതും നടക്കും. ഭാവി വാഗ്ദാനങ്ങളായ നമ്മുടെ കുഞ്ഞു മക്കൾക്കല്ലേ നല്ല ഫുഡും നല്ല ഗുണമേന്മയുള്ളതും നല്ല പ്രോട്ടീനുള്ള ഫുഡും കൊടുക്കേണ്ടത്? അതോ ജയിലിൽ കിടക്കുന്ന കള്ളന്മാർക്കും പിടിച്ചുപറിക്കാർക്ക് വേണം? ഇതാരാണ് ചിന്തിക്കേണ്ടത് അതിനെപ്പറ്റി? ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ പ്രേരണയായത് ഒരു കുഞ്ഞൊരു ചോദ്യമാണ്. കാരണം ഉപ്പുമാവ് തിന്ന് മടുത്തു, അവനിനി ബിരിയാണി വേണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാ? ഈ ജയിലിൽ കിടക്കുന്നവന്മാർക്ക് കഞ്ഞിയും പയറും കൊടുത്തിട്ട് എന്തുകൊണ്ട് നമ്മുടെ അംഗനവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബിരിയാണിയും അല്ലെങ്കിൽ നല്ല നല്ല പോഷകാഹാരങ്ങൾ കൊടുത്തുകൂടാ? സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ആ കുഞ്ഞുമോൻ ചോദിച്ചത് നമ്മൾ ചിരിച്ച് കളയേണ്ട ഒരു കാര്യമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആർക്കാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്? ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഇവന്മാർ ഈ ജയിലിൽ കിടന്ന് ഈ വക ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വീണ്ടും ഇതേപോലുള്ള ക്രിമിനൽ പരിപാടിക്ക് പോയിട്ട് വീണ്ടും ഇവന്മാരകത്ത് കയറും. കാരണം അകത്ത് നല്ല ഫുഡാണ്, ഇഷ്ടമുള്ള സമയത്ത് പരോൾ കിട്ടും, എല്ലാം കിട്ടും. നമ്മുടെ ഗോവിന്ദച്ചാമിയുടെയൊക്കെ ഒരു ഫോട്ടോ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ്. ജയിലിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെ ഇരുന്നെയാണ്, ജയിലിൽ പോയി കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എങ്ങനെ ഇരുന്നത് എന്നുള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ കുഞ്ഞു മക്കൾ കഴിക്കേണ്ട ആഹാരങ്ങളാണ് ഇവന്മാർ തിന്ന് വീർക്കുന്നത്. ഇത് മാറ്റേണ്ട സാഹചര്യം അവസാനിച്ചില്ലേ? എന്നേ മാറ്റണ്ടേ? ഇനിയും താമസിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊരു മാറ്റം കൊണ്ടുവരണം. കാരണം ജയിലിൽ കിടക്കുന്നവർ കഞ്ഞിയും പയറും മതി, അത് കഴിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രോട്ടീൻ ഉള്ള നല്ല ആഹാരം കഴിച്ച് വളരണം. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊടുത്ത് എന്തിനാണ് ഇവന്മാരെ തീറ്റിപ്പോറ്റുന്നത്? അതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും.